ഹായ് മക്കളെ, യെസ്. അപ്പോൾ നമ്മളെ ഇന്ന് കൃത്യമായിരിക്കും നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസ് ആയിട്ട് സാറ് ലൈവിൽ ഉണ്ടാവും. യെസ്. അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവരും കൂടി ലൈവിൽ ജോയിൻ ചെയ്യണം. നമ്മൾ വീണ്ടും പഠിച്ച് തുടങ്ങി. റെഡി? നമ്മളെ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നു. അപ്പോൾ കടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ ബിസിനസ്സിലെ നമ്മൾ എന്താ ഓണം എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ ഇന്ന് കൊണ്ട് പഠിക്കാം. അപ്പോൾ മറക്കണ്ട സാർ. പക്ഷേ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അക്കൗണ്ടൻസിയുടെ കേസാണ്. റെഡി? അക്കൗണ്ടൻസി ആയിരിക്കും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. അല്ല, ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഓണം എക്സാം നടത്തിയപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് തന്നെയാണ്. അത് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ആകുന്നത് അക്കൗണ്ടൻസി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം പേര് ഓണം എക്സാമിന് വേണ്ടി അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ നമ്മൾ ടേം 1ന്റെ എല്ലാ സിലബസുകളും 3 ചാപ്റ്ററുകൾ അക്കൗണ്ടൻസിയിലെ അടിപൊളിയായിട്ട് എത്ര പേര് പഠിച്ചു, സെറ്റായിട്ട് എല്ലാവരും എത്ര പേര് പഠിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളതാ ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കുക. ഇനി നമ്മളെ ടേം 2-ൽ ഓക്കെ, അതായത് ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 4 ചാപ്റ്ററുകളാണ്. ഓക്കെ, 4 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? അപ്പോൾ ഈ ഒരു 4 ചാപ്റ്ററുകൾ എന്ന് പറയുന്ന സമയത്ത് പലരുടെയും തെറ്റിദ്ധാരണ 4 ചാപ്റ്റർ മാത്രമായിരിക്കുമല്ലോ, 4 ചാപ്റ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 മാസം ഉണ്ട്, പതുക്കെ പഠിച്ചാൽ പോരെ എന്നുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓണം എക്സാം കൃത്യമായിട്ട് പബ്ലിക് എക്സാം ആയിട്ട് പ്രോപ്പറായി നടന്നിട്ടില്ല ഇല്ല അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടേം 2 ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എന്തുകൂടെ ഉണ്ടാവാം, ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാവാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അക്കൗണ്ടൻസി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അക്കൗണ്ടൻസി +1 സബ്ജക്റ്റുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. റെഡി? അതായത് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ പഠിക്കുന്നത്. റെഡി? ആ കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററുകൾ പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പബ്ലിക് എക്സാം ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 4 ചാപ്റ്ററുകൾ മാത്രം അല്ല, ആദ്യത്തെ ഈ 3 ചാപ്റ്ററുകളെ കൂട്ടി ടോട്ടൽ 7ഓളം ചാപ്റ്ററുകൾ, അതായത് നമുക്ക് പഠിക്കാനുള്ള ടോട്ടൽ സിലബസിൻ്റെ ഒരു 85%ഓളം നിങ്ങൾക്ക് ഈ ഒരു 2 മാസം കഴിഞ്ഞാലുള്ള എക്സാമിനുണ്ടാകും. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു കാര്യം. റെഡി? ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞത് എത്താറായി. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പോകും. അതായത് ഇപ്പോൾ തന്നെ സെപ്റ്റംബർ പകുതി ആയിട്ടുണ്ട്. ഒക്ടോബർ നവംബർ പകുതി ആകുമ്പോഴേക്കും ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് പഠിച്ച് തീർത്തിട്ടില്ലെങ്കിൽ മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിനോട് അടുപ്പിച്ച് യൂട്യൂബിൽ കിട്ടുന്ന 1 ഷോട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ വെച്ച് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നടക്കുന്ന പരിപാടിയല്ല. സോ നവംബർ പകുതി ആകുമ്പോഴേക്കും പഠിച്ച് തീർക്കേണ്ടതാണ് അക്കൗണ്ടൻസിയിലെ മാത്രം 7ഓളം ചാപ്റ്ററുകൾ. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഉണ്ട് 7ഉം 8ഓളം ചാപ്റ്ററുകൾ. നമ്മളെ മുന്നിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ 2 മാസം തികച്ച് കിട്ടില്ല, ഉണ്ടാവില്ല. സോ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഈ ഒരു കാര്യമാണ് സാറിന് അതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടൻസിൻ്റെ കേസിൽ ഇത്രയും ചാപ്റ്ററുകൾ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് ചെയ്തിട്ടുള്ളത്. സോ പഠിച്ച് തുടങ്ങുമ്പോൾ ഈ കാര്യം മനസ്സിലുണ്ടാവണം. ഇതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. നമ്മൾ വരുന്ന നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ലൈവുകൾ 1 ഷോട്ട് കാര്യങ്ങളൊന്നും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, റെഡി? അപ്പോൾ ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ നമ്മളിന്ന് സെറ്റാക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ദിവസം അക്കൗണ്ടൻസി വരും, എക്കണോമിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ചിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ അത് അത്തരത്തിൽ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ അക്കൗണ്ടൻസിയിൽ മാത്രം ഇത്രയും ചാപ്റ്ററുകളുണ്ട്, നമ്മുടെ മുന്നിലുള്ള ടൈം ഇത്ര മാത്രമാണ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ മക്കളെ, അപ്പം മറക്കണ്ട.